Students, our today's topic is event handling in Java. So what is an event? സോഴ്സിലെ ഒരു സ്റ്റേറ്റ് ചേഞ്ചിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റാണ് ഇവൻ്റ് എന്ന് പറയുന്നത്. യൂഷ്വലി ഒരു ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോഴാണ് ഇവൻറ്റുകൾ ഒക്കർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, പ്രസ്സിങ് എ ബട്ടൺ, എൻറ്ററിങ് എ ക്യാരക്ടർ വയ കീബോർഡ്, സെലക്ടിങ് ആൻ ഐറ്റം ഇൻ എ ലിസ്റ്റ് ആൻഡ് ക്ലിക്കിംഗ് ദ മൗസ്. ഇതൊക്കെ ഓരോ ഇവൻറ്റുകളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി യൂസർ ഇൻറ്ററാക്ഷൻസ് മാത്രമല്ല, നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ടൈമർ എക്സ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു കൗണ്ടറിൻ്റെ വാല്യൂ പ്രീ ഡിഫൈൻഡ് വാല്യൂവിനേക്കാൾ എക്സീഡ് ചെയ്യുക, അല്ലെങ്കിൽ ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ ഫെയിലിയേഴ്സ് ഒക്കെ ചെയ്യുക, ഇതെല്ലാം ഇവൻറ്റുകൾ തന്നെയാണ്. സോ ഇവൻറ്റ്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ മോഡലിംഗ് മെത്തേഡാണ് ഡെലിഗേഷൻ ഇവൻറ്റ് മോഡൽ. ഇവൻറ്റുകൾ ജനറേറ്റ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കൺസിസ്റ്റൻറ്റ് മെക്കാനിസമാണിത്. ഇതിൽ രണ്ട് പാർട്ടീസാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒരു ഇവൻറ്റ് സോഴ്സും ഉണ്ടാവും, അതുപോലെ തന്നെ ഇവൻറ്റ് ലിസണേഴ്സും ഉണ്ടാവും. ഇവൻറ്റ് സോഴ്സുകൾ ഇവൻറ്റുകൾ ജനറേറ്റ് ചെയ്യും, കറസ്പോണ്ടിങ് ലിസണേഴ്സ് അതിനെ പ്രോസസ്സ് ചെയ്യും. അപ്പോൾ ഓരോ സോഴ്സുമായിട്ടും രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലിസണേഴ്സിലേക്കായിരിക്കും ഇവൻറ്റ് നോട്ടിഫിക്കേഷൻസ് സെൻഡ് ആവുക. അപ്പോൾ ഇവൻറ്റുകളുടെ നോട്ടിഫിക്കേഷൻ റിസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിസണേഴ്സ് എല്ലാം സോഴ്സുമായിട്ടും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ദെൻ ഇവൻറ്റ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ലിസണർ എന്ത് ചെയ്യും? അതായത് ഇവൻറ്റിന് വേണ്ടി ലിസണർ വെയിറ്റ് ചെയ്യും. എപ്പോഴാണോ ഒരു ഇവൻറ്റ് നോട്ടിഫിക്കേഷൻ റിസീവ് ചെയ്യുന്നത്, അതിനുശേഷം ലിസണർ അതിനെ പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് റിട്ടേൺ ചെയ്യും. ഇതാണ് ഡെലിഗേഷൻ ഇവൻറ്റ് മോഡലിൻ്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ കമ്പോണൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സോഴ്സിനെ തന്നെയാണ്. അപ്പോൾ സോഴ്സുകൾ ഓരോ ഇവൻറ്റുകൾ ജനറേറ്റ് ചെയ്യും, അതിനുശേഷം അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഇവൻറ്റ് ഒബ്ജക്റ്റും ലിസണറിന് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ലിസണറിലുള്ള ഒന്നിൽ കൂടുതൽ മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ട് ഇവൻറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നു. സോ വാട്ട് ഈസ് ഇവൻറ്റ് സോഴ്സ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇവൻറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ആരാണോ ഇവൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന ആളെയാണ് ഇവൻറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. ഒന്നിൽ കൂടുതൽ ഇവൻറ്റുകൾ ഒരു സോഴ്സിന് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോഴ്സ് ജനറേറ്റ് ചെയ്യുന്ന ഇവൻറ്റുകൾ ലിസണറിന് റിസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിസണർ ഫസ്റ്റ് ഓഫ് ഓൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം, സോഴ്സുകളുമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. ഇനി ഒരു പെർട്ടിക്കുലർ സോഴ്സിലേക്ക് ഇവൻ ലിസണേഴ്സിനെ രജിസ്റ്റർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡിൻ്റെ ഫോമാറ്റാണ് കൊടുത്തിട്ടുള്ളത്. പബ്ലിക് വോയിഡ് ആഡ് ടൈപ്പ് ലിസണർ EL. അതിൽ ടൈപ്പ് ലിസണർ EL എന്ന് പറയുന്നത് ഇവൻറ്റ് ലിസണറിൻ്റെ റെഫറൻസ് വേരിയബിൾ ആണ്. ദെൻ ടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നെയിം ഓഫ് ദി ഇവൻ്റ് ആയിരിക്കും. അപ്പോൾ അവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആഡ് കീ ലിസണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീബോർഡ് ഇവൻറ്റുകളെ യൂസ് ചെയ്യാനായിട്ട്, കീബോർഡ് ഇവൻറ്റുകൾ ഹാപ്പൻ ചെയ്താൽ അതിനെ റിസീവ് ചെയ്യാനുള്ള ലിസണറിനെ ആഡ് ചെയ്യുന്ന മെത്തേഡാണ് ആഡ് കീ ലിസണർ. ഇനി ഒരു പെർട്ടിക്കുലർ ഇവൻറ്റ് ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സോഴ്സുമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ ലിസണേഴ്സിലേക്കും ഇവൻറ്റ് നോട്ടിഫിക്കേഷൻസ് സെൻഡ് ആവുകയും എല്ലാവർക്കും ഇവൻറ്റ് ഒബ്ജക്റ്റുകളുടെ കോപ്പി റിസീവ് ആവുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് ഫോർവേഡിങ്ങിനെ മൾട്ടി കാസ്റ്റിംഗ് എന്ന് പറയും. മൾട്ടി കാസ്റ്റിംഗ് ദ ഇവൻറ്റ് എന്ന് പറയും. ചില കേസസിൽ ഒരു സോഴ്സുമായിട്ടും ഒരേ ഒരു ലിസണറും മാത്രമായിരിക്കും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുള്ളൂ. ഓൺലി സിംഗിൾ ലിസണേഴ്സിനെ മാത്രമാണ് ചില സോഴ്സുകൾ അലോ ചെയ്യുള്ളൂ. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ യൂസ് ചെയ്യേണ്ട ആ ടൈപ്പ് ഓഫ് ലിസണർ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡിൻ്റെ സിൻടാക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പബ്ലിക് വോയിഡ് ആഡ് ടൈപ്പ് ലിസണർ EL ത്രോസ് java.util.toMany listeners exception. അപ്പോൾ ഈ ടൈപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഴ്സിലൊരു ഇവൻറ്റ് ജനറേറ്റ് ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇവൻറ്റ് നോട്ടിഫിക്കേഷൻ ഇവൻറ്റ് ഒബ്ജക്റ്റും ഒരേ ഒരു ലിസണറിലേക്ക് മാത്രമാണ് സെൻഡ് ആവുള്ളൂ. ആ ടൈപ്പ് ഓഫ് ഫോർവേഡിങ്ങിനെയാണ് യൂണികാസ്റ്റിംഗ് ഓഫ് ഇവൻറ്റ് എന്ന് പറയുന്നത്. ഇനി സോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലിസണേഴ്സിനെ സോഴ്സിന് വേണമെങ്കിൽ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് പബ്ലിക് വോയിഡ് റിമൂവ് ടൈപ്പ് ലിസണർ EL. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ടൈപ്പിൽ നമ്മുടെ ഏത് ടൈപ്പ് ഓഫ് ഇവൻ്റ് ആണെന്ന് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലിസണേഴ്സിനെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, റിമൂവ് കീ ലിസണർ എന്ന് പറഞ്ഞാൽ കീബോർഡ് ഇവൻറ്റ് ലിസണേഴ്സ് റിമൂവായി മാറും. സോ നെക്സ്റ്റ് ഇസ് ഇവൻറ്റ് ലിസണേഴ്സ്. ഒരു ഇവൻറ്റ് ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫൈഡ് ആകുന്ന ഒബ്ജക്റ്റുകളാണ് ഇവൻറ്റ് ലിസണേഴ്സിന് മെയിനായിട്ട് രണ്ട് റിക്വയർമെൻറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ
പ്രോപ്പറായിട്ടും ഇവൻറ്റ് നോട്ടിഫിക്കേഷൻ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ സോഴ്സുകൾ 1 or more സോഴ്സുകളായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. ദെൻ ഇവൻറ്റ് നോട്ടിഫിക്കേഷൻസിനെ പ്രോപ്പറായിട്ട് പ്രോസസ്സ് ചെയ്യാനുള്ള റിസീവ് ചെയ്യാനൊക്കെ ഉള്ള മെത്തേഡുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഈ മെത്തേഡുകൾ ഒന്നിൽ കൂടുതൽ ഇൻ്റർഫേസുകളിലായിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഇൻ്റർഫേസുകളെല്ലാം java.awt.event എന്ന് പറഞ്ഞ പാക്കേജിലാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, മൗസ് മോഷൻ ലിസണർ ഇൻ്റർഫേസിൽ മൗസ് ഡ്രാഗ് ചെയ്യുമ്പോഴും മൂവ് ചെയ്യുമ്പോഴും ഒക്കെ ഉള്ള ഇവൻറ്റ് നോട്ടിഫിക്കേഷൻ റിസീവ് ചെയ്യാനായിട്ട് 2 മെത്തേഡ്സ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇസ് ഇവൻറ്റ് ഹാൻഡ്ലിംഗ്. അപ്പോൾ ഇത്ര നമ്മൾ പറഞ്ഞു എന്താണ് ഇവൻറ്റ് സോഴ്സ്, എന്താണ് ഇവൻറ്റ് ലിസണേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവൻറ്റ് ഹാൻഡിൽ ചെയ്യാന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ഇവൻറ്റ് ഹാപ്പൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ പ്രോപ്പറായിട്ട് സോഴ്സിൽ നിന്ന് ലിസണറിലേക്ക് സെൻഡ് ചെയ്യുക, ലിസണർ അതിനെ ഹാൻഡിൽ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റേറ്റ് ചേഞ്ച് സംഭവിക്കുന്ന ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ഇവൻ്റ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവൻ്റ് ഹാൻഡ്ലിങ്ങിൽ മെയിനായിട്ട് നമുക്ക് 3 കമ്പോണൻസിനെയാണ് കാണുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഇവൻറ്റ്, സെക്കൻഡ് വൺ ഇവൻറ്റ് സോഴ്സ്, തേർഡ് വൺ ഇവൻറ്റ് ലിസണേഴ്സ്. ഇവൻറ്റ് സോഴ്സ് ആയിരിക്കും ആ ഇവൻറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവുക, അതിനെ റിസീവ് ചെയ്ത് പ്രോസസ്സ് ചെയ്യുന്ന ആളാണ് ഇവൻറ്റ് ലിസണർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെ എല്ലാ ഇവൻറ്റുകളെയും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ജാവ പാക്കേജുകൾ എന്ന് പറയുന്നത് java.util, java.awt, java.awt.event എന്ന് പറയുന്ന പാക്കേജുകളിലാണ് ഇതിന് വേണ്ടിയുള്ള ഇൻ്റർഫേസുകളും അതിൻ്റെ മെത്തേഡ്സുകളൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇസ് ഇവൻറ്റ് ക്ലാസ്സസ് ഇൻ ജാവ. നമ്മുടെ ഇവൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള ക്ലാസ്സുകളെയാണ് ഇവൻറ്റ് ക്ലാസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും എല്ലാ ഇവൻറ്റുകളുടെയും സൂപ്പർ ക്ലാസ്സാണ് ഇവൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇവൻറ്റ് ഒബ്ജക്റ്റ് ക്ലാസ്സിൻ്റെ സബ് ക്ലാസ്സാണ് AWT ഇവൻറ്റ് എന്ന് പറഞ്ഞത്. ബാക്കി വരുന്ന എല്ലാ ഇവൻറ്റുകളും, എല്ലാ AWT ഇവൻറ്റുകളുടെയും സൂപ്പർ ക്ലാസ്സാണ് AWT ഇവൻറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഗെറ്റ് സോഴ്സ് എന്ന് പറയുന്ന മെത്തേഡ് നമുക്കൊരു ഇവൻറ്റിനെ റിട്ടേൺ ചെയ്യാനും അതുപോലെ ടു സ്ട്രിങ് എന്ന് പറയുന്നത് അതിൻ്റെ ഇവൻറ്റിൻ്റെ ഇക്വലൻറ്റ് സ്ട്രിങ് റിട്ടേൺ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന 2 മെത്തേഡുകളാണ്. ഇവൻറ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ക്ലാസ്സിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള 2 മെത്തേഡുകളാണ്. ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ട് വരുന്ന ഇവൻറ്റ് ക്ലാസ്സസ്. അപ്പോൾ മെയിനായിട്ടും സൂപ്പർ ക്ലാസ് ഇവൻറ്റ് ഒബ്ജക്റ്റ് ആണ്, അതിൻ്റെ സബ് ക്ലാസ്സാണ് AWT ഇവൻറ്റ് ക്ലാസ്. അതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഐറ്റം ഇവൻറ്റ്, അഡ്ജസ്റ്റ്മെൻറ്റ് ഇവൻറ്റ്, കമ്പോണൻറ്റ് ഇവൻറ്റ്, ആക്ഷൻ ഇവൻറ്റ്, ടെക്സ്റ്റ് ഇവൻറ്റ് എന്ന് പറയുന്ന ക്ലാസ്സുകൾ. അതിൽ കമ്പോണൻറ്റ് ഇവൻറ്റ് എഗെയിൻ കണ്ടെയ്നർ ഇവൻറ്റ്, ഫോക്കസ് ഇവൻറ്റ്, ഇൻപുട്ട് ഇവൻറ്റ്, പെയിൻറ്റ് ഇവൻറ്റ്, വിൻഡോ ഇവൻറ്റ് എന്ന് പറഞ്ഞിട്ട് സബ് ക്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ക്ലാസ്സിനും അതിൻ്റെ കറസ്പോണ്ടിങ് ഇവൻറ്റ് സോഴ്സിൻ്റെ ഒക്കുറൻസിനനുസരിച്ചായിരിക്കും വർക്ക് ചെയ്യേണ്ടി വരിക. ഫോർ എക്സാമ്പിൾ, ആക്ഷൻ ഇവൻറ്റ് എന്ന് പറയുന്നത് ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴോ ഒരു മെനു ഐറ്റം സെലക്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഐറ്റത്തിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴൊക്കെ ജനറേറ്റ് ചെയ്യുന്ന ഇവൻറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് ആക്ഷൻ ഇവൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഓരോ ഇവൻറ്റ് ക്ലാസ്സിനും ഓരോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫങ്ഷനാലിറ്റി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവൻറ്റ് ലിസണർ ഇൻ്റർഫേസ് എന്താണെന്ന് എന്നുവെച്ചാൽ നമ്മുടെ ഇവൻറ്റുകളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇൻ്റർഫേസുകളാണ് ഇവൻറ്റ് ലിസണർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഇതെല്ലാം java.awt.event പാക്കേജിലാണ് ഈ ഇൻ്റർഫേസുകളെല്ലാം ഡിസ്ക്രൈബ് ചെയ്തേക്കുന്നത്. ഇനി ഒരു ലിസണർ എന്നിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ ഇൻ്റർഫേസുകൾ നമ്മുടെ പ്രോഗ്രാമിൽ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതൊക്കെയാണ് നമ്മുടെ ലിസണർ ഇൻ്റർഫേസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ഇവൻറ്റ്, ഇപ്പോൾ ആക്ഷൻ ഇവൻറ്റ് എന്ന് പറഞ്ഞ ക്ലാസ് ആണ് ഇപ്പോൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതാണ് സോഴ്സ് ജനറേറ്റ് ചെയ്ത ഇവൻറ്റ് എന്നുണ്ടെങ്കിൽ അതിനെ ലിസൺ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഇൻ്റർഫേസ് ആക്ഷൻ ലിസണർ എന്ന് പറയുന്ന ഇൻ്റർഫേസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് ഇവൻറ്റ് ക്ലാസ്സിനും കറസ്പോണ്ടിങ്ങിൽ ഒരു ഇവൻറ്റ് ലിസണർ ഉണ്ടാവും. ആ ഇവൻറ്റ് ലിസണർ പ്രോപ്പറായിട്ട് കറസ്പോണ്ടിങ് ഇവൻറ്റ് സോഴ്സുമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇവൻറ്റിനെ റിസീവ് ചെയ്യാനും അതിനെ പ്രോസസ്സ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്ന ഇവൻറ്റ് ലിസണർ ഇൻ്റർഫേസുകൾ. ഇനി നമ്മുടെ സോഴ്സസ് ഓഫ് ഇവൻറ്റുകളാണ് ഈ ലിസ്റ്റ് ചെയ്തേക്കുന്നത്.
ബട്ടൺ, ചെക്ക് ബോക്സ്, ചോയ്സ് ലിസ്റ്റ്, മെനു ഐറ്റം, സ്ക്രോൾ ബാർ, ടെക്സ്റ്റ് കമ്പോണൻസ്, വിൻഡോ. ഇതൊക്കെയാണ് നമുക്ക് ഒരു ഇവൻ്റ് ഹാപ്പൻ ചെയ്യാൻ പറ്റുന്ന സോഴ്സുകൾ. ഇതിലേതെങ്കിലും ഒന്ന് ഹാപ്പൻ ചെയ്യുമ്പോഴേ ബട്ടൺ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ചെക്ക് ബോക്സ് നമ്മൾ സെലക്ട് ചെയ്യുക, ഒരു ചോയ്സ് ചേഞ്ച് ചെയ്യുക, ലിസ്റ്റിലെ ഏതെങ്കിലും ഒരു ഐറ്റത്തിനെ നമ്മൾ സെലക്ട് ചെയ്യുക, ഡീസെലക്ട് ചെയ്യുക. ഇതൊക്കെ ഓരോ ടൈപ്പ് ഓഫ് ഇവൻറ്റുകളാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവൻ്റ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് ചേഞ്ച് ആണ്. അത് യൂസർ GUI ഇൻ്റർഫേസുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോഴായിരിക്കാം ഒരു ഇവൻ്റ് ഹാപ്പൻ ചെയ്യുന്നുണ്ടാവുക. അല്ലാതെ ഇവൻറ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ടും ഇൻട്രാക്ഷൻ മൂലം ഉണ്ടാകുന്ന ഇവൻറ്റുകൾക്ക് സോഴ്സ് ആവാൻ പറ്റിയ ഇവൻറ്റ് സോഴ്സുകളാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ളത്. ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ.